അതിലുപരി ഗൾഫിൽ ഞാൻ പോവാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഗൾഫ് കൊണ്ടുപോവാന്ന്, അതന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കണം. കാരണം എന്റെ ഈ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ കാണാൻ കഴിയും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാണാൻ പഠിച്ചും ഭാഗ്യം നൽകട്ടെ. ഏറ്റവും ആഗ്രഹമുള്ള ആഗ്രഹമാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ദുആ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ. എന്റെ ഏറ്റവും വലിയൊരു ദുബായി എന്താ വിഷയം? ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സ് നിറഞ്ഞു. ഒന്നാമത് അല്ല, ഞാൻ സത്യം പറയാം, ഇവിടെ ഇയാള് മുപ്പറിന്റെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പൈസക്ക ഞാൻ വരട്ടെ എന്നാ വരീത് പറഞ്ഞു. പുറപ്പെടുന്ന എനിക്ക് ഒരു മണിക്കൂർ മുമ്പ് വരാൻ എന്നോട് ചോദിച്ചു വരട്ടെ എന്ന്. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, ആ വരിന്ന് പറഞ്ഞേ. നിങ്ങളാണ് മുപ്പറെ നന്നായിട്ട് കേക്കൊക്കെ നല്ല മോളാ, നല്ല മോളാ അല്ലേ, നല്ല കുക്കിംഗ് എല്ലാം അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുള്ളൂ അല്ലേ. നമ്മുടെ സോലിൻ്റെ ഒരു വലിയ ഇഷ്ടം ആഗ്രഹമായിരുന്നു ഫാമിലി സഹിതം മലബാർ ഫൈസൽ ഖാൻ്റെ വീടൊക്കെ ഒന്ന് കാണാം, ഒരുപാട് നേരം അദ്ദേഹത്തുമായി സംസാരിക്കുക എന്നുള്ളത്. ഇന്നിതാ ഫൈസൽ ഖാൻ്റെ വീട്ടിലാണ്. സോലിയും ഫാമിലിയെയും പിന്നെ ഫൈസൽക്ക് ഗൾഫിലെ വീട്ടിലേക്കും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷമായിട്ടാണ് സോലിനും, നമ്മളൊക്കെ വലിയ ഹാപ്പിയിലാണ്. പിന്നെ ഞാൻ മൻസൂർ ഇവിടെ വന്നിട്ടുണ്ടാ, നല്ല ശംസൂക്ക വായിലിട്ട് തന്ന പിന്നെ ഞാനും തന്നിക്കില്ല, മോശമല്ലേ? ഷംസുഖാനെ പോലെ എന്നെ കൊണ്ടാവൂല. ഷംസുഖ ഭയങ്കര സംഭവമാണ്. കാരണം മുപ്പറ് നമ്മളെ ഇൻസ്പിറേഷനാണ്. സൂപ്പറാണ്. എത്ര ബെഡ്റൂമാണിത്? വീട് 5 ബെഡ്റൂം. മുകളിൽ എത്ര? മുകളിൽ 2, താഴെ 3. ഒന്ന് ഉപ്പാക്ക്, ഒന്ന് ഉമ്മാക്ക്, ഒന്ന് എനിക്ക്. പിന്നെ മോക്കും ഉമ്മ ഇപ്പൊ ശ്രദ്ധിക്കലുണ്ട്. ഉമ്മ ഇവിടെ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് ഉമ്മയാണല്ലേ. എത്ര ആള് വന്നു കഴിഞ്ഞാലും ചായയും ഇതെല്ലാം ഇവിടെ ആരുമില്ല. എന്റെ ഭാര്യ ഇവിടെ ഇല്ല, ഗൾഫിലാണ്. ഉപ്പ പലവട്ടം പറഞ്ഞുട്ടാ ഇയാൾക്ക് ചായ എടുത്തോന്ന് എന്നോട് പലവട്ടം ചോദിച്ചു. വന്ന ഉടൻ തന്നെ തുടങ്ങിയാണ്. അമ്മ മരിച്ചൊക്കെ എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു. ജീവിതം അന്നൊക്കെ അങ്ങനെ മരിച്ചാൻ വേണ്ടിയിട്ട് ദുആ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അതിൽ വരെ ജീവിക്കാനാണ് ഞാൻ പഠിച്ചത്. വളരെ ഒരു സന്തോഷം, നേരിട്ട് ഇങ്ങനെ കാണുന്നതിൽ വളരെ സന്തോഷം. നിങ്ങളല്ലാണ്ട് വേറെ ഒരാളിങ്ങനെ വിളിക്കലോ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ എവിടെ ചെന്നാലും ഇത് മറക്കൂല. പഠിക്കാൻ ഏതായാലും നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യ ആഭ്യത്തിന് നേരത്തെ ബിസിനസ്സിലൊക്കെ ഉള്ള വർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പിന്നെ കാര്യമായിട്ട് ഇപ്പം വന്നിട്ട് കാലിന് നീരായിട്ട് ഇപ്പം മരുന്ന് കുടിച്ചു കൊടുക്കുക. കാലിന് നീര് ആ ജോലി റെഡിയാക്കി വളരെ സന്തോഷം. ആയിക്കോട്ടെ. നിങ്ങൾ നേരിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, ഫൈസൽഖാൻ്റെ ഒക്കെ കാണുന്നുണ്ട്, എല്ലാ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. സാന്നിധ്യം നമ്മള് എനിക്ക് തോന്നുന്നു 4-5 കൊല്ലം കഴിയും. ചോക്ലേറ്റ് ഇതാ. അത് എന്റെ പേര് പറ. കാണാൻ പറ്റി. അതെ, എല്ലാവരും കാണാൻ പറ്റി. പിന്നെ എന്താണ്, എന്നാണ് അവിടുത്തെ ഉദ്ഘാടനം? ഹൗസ് വാമിങ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. എന്തായാലും ഹൗസ് വാമിങ് നിങ്ങളെ കൊണ്ടുപോകും. പിസ എടുക്കും, അപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുക്കും, പൈസ ഉണ്ടാവും. നിങ്ങൾ ദ്വാരിക്കാം, അവരെ നമ്മുടെ പ്രശ്നമില്ല. വീടിന്റെ പണിയൊക്കെ നല്ല രീതിയിൽ തീർക്കാൻ ദ്വാരിക്കും. എന്നാലല്ലേ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. നിങ്ങളായിരിക്കും നമ്മളെ സെലിബ്രേറ്റ് നിങ്ങളായിരിക്കും. പോരെ സോലെ, ഒരുമിച്ച് പോവാം. ഫൈസലുണ്ടോ? ഫൈസൽ ഭായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എനർജി കൂടുതലാണ്. ഞാൻ ഫൈസലിന്റെ വീഡിയോ എപ്പോഴും കാണുന്നത് പുള്ളി എല്ലാവരെയും ഇങ്ങനെ ഇൻസ്പയർ ചെയ്യലുണ്ട്. ഞാൻ ഫൈസൽ ഖാനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഫൈസൽ ഖാന്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടു. നിങ്ങളെ മുന്നിലെത്തി പറയാൻ പാടില്ല, എന്നാലും പറയണം. 2 കാര്യം. ഒന്ന്, നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും, ഞാൻ എൻ്റെ രാത്രിയാണെങ്കിൽ പോലും എൻ്റെ ഉപ്പ സെയിം ഏജാ, ഹെഡ്മാഷായിരുന്നു. നിങ്ങളൊപ്പാന്റെ അതേ ഏജാ എൻ്റെ ഉപ്പാക്ക്. ഇപ്പൊ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു ഫീലാ വരണത്. ഞാൻ എന്നും ഉപ്പാനായിട്ട് പോകും പുറത്തേക്ക്, വണ്ടി എടുത്ത് കോട്ടക്ക ടൗണിലുള്ള ചെങ്കട്ടി പോയ ചായ, ജ്യൂസ് ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങളത് കാണുമ്പോ നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ ഉണ്ടല്ലോ. നിങ്ങളെത്ര തിരക്കുണ്ടെങ്കിലും കൊണ്ടെടുക്കണതും ഇതൊക്കെ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഞങ്ങളിപ്പോ ഉപ്പാനെയും കൂട്ടിയിട്ട് നമ്മൾ രാത്രി ഡിന്നർ ഉണ്ട്.
അപ്പൊ നിങ്ങളെ പിന്നെ കാലിക്കറ്റ് ടവറിൽ നമ്മളെ കുട്ടികളുടെ കൂടെ അപ്പൊ അവിടെ വരണോ എന്നാണ് ഇന്ന് ഇപ്പം കഴിഞ്ഞിട്ട് എന്താ കാലിക്കറ്റ് ടവറിൽ രസല്ലേ എപ്പോഴാണ് ഇതാ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാ കാലിക്കറ്റ് ഇവിടെ ടവറിലോ കോഴിക്കോട് ടവറിലെ കാലിക്കറ്റ് നമ്മളെ മർക്കസ് കോംപ്ലക്സിന്റെ അല്ലേ അതെ ആദ്യമായിട്ട് ഞങ്ങള് കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പുറം ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് ഫൈസൽ മാഷാണ്. അന്ന് ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഒരു പത്രത്തിൽ പോലും ഞങ്ങൾ വന്നിട്ടില്ല. പുറത്തത്തെ കാഴ്ച ഹാപ്പി അല്ലേ? ഞാൻ കുറേ വർഷം സൗദിയിലുള്ള സമയം മുതലേ ഞാൻ ഇങ്ങനെ ഫൈസൽഖാൻ്റെ വീഡിയോസും കാര്യങ്ങളും ഏറ്റവും ശരി കാണാറുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അല്ല എല്ലാവർക്കും ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു നന്മ ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ നമ്മളാ നന്മനെ നോക്കിയാ പോരെ അല്ല ഫൈസൽ ഭായി? ആ നന്മ നമ്മൾ കോൺസെൻട്രേഷൻ പോവുകയാണെങ്കിൽ പോരായ്മകൾ ഒരുപാടുണ്ടാവും. നമ്മളൊരു നന്മ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എല്ലാ ലെവലിലുള്ള ആളുകളെയും നിങ്ങൾ മാനേജ് ചെയ്യണം. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് തന്നെ ജ്വല്ലറി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണ്. ഏറ്റവും താഴേക്കടയിലുള്ള ആൾക്കാർ അവിടെ ഉള്ളത് കൊൽക്കത്തയിലൊക്കെ ഉള്ള. അപ്പം അവരെ കൂടെ വർക്ക് ചെയ്യുമ്പം അവരെ പ്രശ്നങ്ങൾ അങ്ങനെ പിന്നെ ഓയിലും ഗ്രീസാണല്ലോ എനിക്കറിയാലോ. ഫാക്ടറി എന്ന് പറയുന്ന ഓയിൽ ഗ്രീസ് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും താഴേക്കടയിലുള്ള ആൾക്കാർ. അപ്പോൾ അവരെ കൂടെ വർക്ക് ചെയ്യുമ്പം അവരൊക്കെ നമ്മൾ അത്രയും സ്നേഹിച്ചാണ് കൊണ്ടു നടക്കുന്നത്. നമ്മളെ ഫാക്ടറിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എന്നെ അറിയാം. ഞാനായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ്. 100-600 ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ടോട്ടല് നമ്മളെ കമ്പനിയിൽ ഒരു 1000 ആൾക്കാരുണ്ടാവും. ഈ 1000 ആൾക്കാരെയും നമുക്കറിയാം മാനുഫാക്ചറിങ്ങിൽ മാത്രം. ഒരു മാനേജർക്ക് വേണ്ട ഏതായാലും നിങ്ങൾ വരുമല്ലോ. അപ്പം നിങ്ങൾ എന്നെ വിളിക്കണത് ഒക്കെ പൈസലാവുമ്പോഴേ ഞാൻ പറയാം ചിലവരെ കാണുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി, ചിലവരൊക്കെ ഒരു റിലാക്സ് വരില്ല പെട്ടെന്ന്. നമ്മളങ്ങനെ ഒരു കാണുമ്പോഴേ വളരെ റിലാക്സ് ആവാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം. അത് നിങ്ങളുടെ ആ ഒരു ഇത് നമ്മളിലേക്ക് ഇങ്ങോട്ട് പ്രസരിക്കുന്നതുകൊണ്ട് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അതുപോലെ ഞാനിപ്പോ കഴിഞ്ഞ നെച്ചിക്കാട്ടില് കുട്ടിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ പലപ്പോഴും പറയും മുസക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം പിന്നെ ഇന്നലെ ഞങ്ങൾ അന്ന് നമ്മള് കുട്ടിക്കാരൻ കൂടെ ഞങ്ങൾ വന്നിരുന്നല്ലോ. അപ്പൊ നമ്മള് മൂസക്കാരനെ വിടുന്ന നിങ്ങള് ചേർലിരുന്ന് ഞാൻ സംസാരിച്ചില്ലേ? നിങ്ങള് കുട്ടിക്ക് എല്ലാവരും കൂടി സംസാരിച്ചില്ല. അപ്പൊ നിങ്ങൾ അത്ര അറ്റൻറ്റീവായിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം കുട്ടിക്ക. ഞാൻ ഇന്നലെ കുട്ടിക്കാനോട് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരുന്നു. കുട്ടിക്കാനോട് പറഞ്ഞു ഫൈസൽക്ക എന്താ അറിയില്ല നിങ്ങളെ ഭയങ്കരമായിട്ട്. അല്ല, ഒന്നാമത്തെ എനിക്ക് ഒരുപാട് കൊല്ലങ്ങളായിട്ട് അറിയാം. പക്ഷെ മൂപ്പറ് പറയുമ്പോണ്ടല്ലോ, മൂപ്പറ് ഞാൻ ഈ കൊല്ലം 5 കോടിയാണ് എൻ്റെ സക്കാത്ത്, അടുത്ത കൊല്ലം ഇൻഷാ അല്ലാ അത് 6 കോടിയോ, അതിൻ്റെ അടുത്ത കൊല്ലം 7 കോടിയോ. ഇപ്പം മെന്നാദിനോട് പറഞ്ഞ 8.5 കോടി അതിൻ്റെ സക്കാത്ത്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ മൂപ്പറ് ധർമ്മം ചെയ്യുന്നതിനനുസരിച്ച് മൂപ്പറ് സമ്പത്ത് ഇങ്ങനെ കൂടി വരികയാണ്. അത് പുള്ളി പറയുന്നത് നമ്മളെ പൈസയല്ല, നമ്മളെ പൈസയല്ല, അതിൻ്റെ പൈസയല്ല, അത് ഞാൻ കൊടുത്തേക്കില്ലെങ്കിൽ എൻ്റെ ബാധ്യത, റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് എപ്പോഴും ഇൻസ്പയറിങ് ആണ്. കാരണം പിന്നെ മുപ്പതൊരു ഞാൻ 4ാം ക്ലാസ് വിദ്യാർത്ഥി. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ, പഠിക്കാത്ത ആൾക്കാർക്ക് ഞാൻ ഇവിടെ എത്തൂല, അയാളെന്നാ ഇവിടെ എത്തി അല്ലേ? നമുക്ക് മോട്ടിവേഷൻ അല്ലേ എല്ലാവർക്കും. നമ്മളെ പഴയ സുഹൃത്താണ്. റഷീദ്, നീ വണ്ടി എടുത്തോ.